പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് കർത്താവിനെ നോക്കുവാൻ നമുക്ക് തന്ന നല്ല ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് വേദവചന ചിന്തയോടെ ആരംഭിക്കാം. അതിനാധാരമായി എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. 3-ാമത്തെ വാക്യം, രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. വായിച്ചു കേട്ടത് എസ്തേറിൻ്റെ പുസ്തകം ചാപ്റ്റർ 5 വേഴ്സ് 2 and 3. ഇവിടെ നമുക്ക് സുപരിചിതമാകുന്ന വാക്യമാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഒരു വലിയ കോളിളക്കം പോലെ സംഭവങ്ങൾക്ക് ശേഷം, ഒരു വലിയ പ്രാർത്ഥനകളും അതിനുശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു തുടങ്ങുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായും മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ അകത്തെ കഥാപാത്രം. കഥ തുടങ്ങുന്ന അദ്ദേഹവുമായിട്ടാണ്. മൊർദെഖായി ഹാമാനെ നമസ്കരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഹാമാനെ മൊർദെഖായി നമസ്കരിക്കുന്നില്ല എന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഹാമാനെ മൊർദെഖായിയെ മാത്രമല്ല ആ വംശത്തെയും ആ കുലത്തെയും കൂടെ ഇല്ലാതാക്കണം എന്ന് നിരൂപിക്കുന്ന ഹാമാൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ആ ഒരു ഡേറ്റ് തീരുമാനിച്ചു. രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചു. ആ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ഉള്ള ഉത്തരവും വന്നു. തീർന്നില്ല. അങ്ങനെ ഉത്തരവ് വന്ന് അത് രാജ്യത്തായിരിക്കുമ്പോൾ ഈ വാർത്തയറിഞ്ഞ താൻ ഒരു വ്യക്തി മുഖാന്തരം ജനത്തിന് മുഴുവൻ വരാൻ പോകുന്ന നാശമറിഞ്ഞ് അതേ മൊർദെഖായി എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ ദൈവമനുഷ്യൻ പ്രാർത്ഥന തുടങ്ങുക. എഴുതിയിരിക്കുന്നത്, രട്ടുടുത്തു, തലമുടി വടിച്ച് രട്ടുടുത്ത് ചാരത്തിൽ കിടന്ന് ഉരുണ്ട് രാജാവിൻ്റെ പടിവാതിക്കളോളം ചെന്നു നിലവിളിച്ചുകൊണ്ട്, രട്ടുടുത്തുകൊണ്ട് രാജാവിൻ്റെ ആ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തടയപ്പെട്ടു. പക്ഷേ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുന്ന, ചാരത്തിൽ കിടന്ന് ഉരുളുന്ന, രട്ടുടുത്ത് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്ന ആ മനുഷ്യന് വേണ്ടി വാർത്തയറിഞ്ഞപ്പോൾ മൊർദെഖായി സംരക്ഷണയാൽ രാജ്ഞിയായി തീർന്ന ഗൈഡായ അതേ ചാർച്ചക്കാരിയായ എസ്തേർ വസ്ത്രം കൊടുത്തു വിട്ടെങ്കിലും തിരിച്ചൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു, നീ മാത്രം രാജസ്ഥാനത്തിരിക്കുന്നുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കൊള്ളേണ്ട. യഹൂദന് മറ്റെവിടെ നിന്നെങ്കിലും രക്ഷവരും. നീയും നിന്റെ പിതൃഭവനമോ നശിച്ചു പോകും. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊരു ശാപമല്ലേ? നീയും നിന്റെ പിതൃഭവനം നശിച്ചു പോകുമെന്ന് പറയാൻ കൊള്ളാമോ? ഇല്ല. അവിടുത്തെ വേദനയിൽ നിന്ന് ദൗത്യമോർപ്പിക്കാൻ വേണ്ടി മൊർദെഖായി വിളിച്ചു പറഞ്ഞതാ. ഇത് അടുത്ത പശ്ചാത്തലം. ഈ കാര്യം കേട്ടപ്പോൾ എസ്തേർ രാജ്ഞി 3 ദിവസം, വാക്കിങ്ങനെയാ, 3 ദിവസം ഞാനും എൻ്റെ തോഴിമാരും ഉപവസിക്കും, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. എന്നിട്ട് നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിനെ മുഖം കാണിക്കാൻ പോകും. ഈ ദിവസങ്ങളിൽ രാജാവിനെ വിളിച്ചിട്ടില്ല. പക്ഷേ നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിനെ മുഖം കാണിക്കാൻ പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിയോഗത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എസ്തേറിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന തോഴിമാരും പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാജാവിനെ മുഖം കാണിക്കാൻ പോവുക. അവിടെ ഒരു വാക്കുകൂടെ ചേർത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, വിളിക്കാതെ രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ രാജാവിൻ്റെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് രാജാവ് പൊൻചെങ്കോൽ നീട്ടും. ഇൻ കേസ് പൊൻചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ പിന്നെ നശിക്കും, അതായത് തലവെട്ടിക്കളയും. രാജാവിന് പ്രസാദം തോന്നിയില്ല, അതുകൊണ്ട് നശിപ്പിച്ചു കളയും. രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ, നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എസ്തേർ രാജ്ഞി തൻ്റെ ആവലാതി ബോധിപ്പിക്കാൻ രാജാവിനെ മുഖം കാണിക്കാൻ ചെല്ലുന്നതാണ് വായിച്ചു കേട്ട പശ്ചാത്തലം. 3 ദിവസം കഴിഞ്ഞിട്ട് എസ്തേർ രാജ്ഞി രാജാവിനെ മുഖം കാണിക്കാൻ ചെല്ലുകയാണ്. രാജാവ് ചോദിച്ചു, പുറത്താരുള്ളൂ? അപ്പോൾ ആ പരിചാരകൻ പറഞ്ഞു, പുറത്ത് എസ്തേർ രാജ്ഞി നിൽക്കുന്നു. അടുത്ത വാക്യമാണ് വായിച്ചു കേട്ടത്, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ
അവന് അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. അത് വ്യവസ്ഥാപിതമായ ഒരു നിയമമാണ്. പൊൻചെങ്കോൽ നീട്ടുമ്പോൾ ആ ചെങ്കോലിൻ്റെ അറ്റം തൊട്ട് അഗ്രം തൊടുക എന്നുള്ള വ്യവസ്ഥാപിതമായ നിയമമാണ്. രാജാവ് അതിനകത്തേക്ക് കയറി. എസ്തേരാക്കി അതിനകത്തേക്ക് കയറി. രാജാവിന് കൃപ തോന്നി എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. രണ്ട് കാര്യമുണ്ട്. രാജാവിന്റെ മേളിലുള്ള രാജാതി രാജാവായ ദൈവത്തിന്റെ അടുക്കലേക്ക്, രാജാതി രാജാവും താൻ മാത്രം അമർത്യതയുള്ളവരും കർത്താതി കർത്താവുമായ സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക്, സർവ്വസൈന്യാധിപനായ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അതെ കൃപ തോന്നുന്ന ഹല്ലേലൂയ ഒരിടമുണ്ടെന്ന്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:16 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തക്ക സമയത്ത് സഹായത്തിൽ വരം പ്രവഹിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോളം, അത് ഇംഗ്ലീഷ് മേഴ്സി, തോഡ് ഓഫ് മേഴ്സി, ആ കൃപയുടെ ആ കൃപാസനത്തിരിക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ കൃപ തോന്നുന്ന ഒരിടമുണ്ട്. ഒന്ന്, സർവശക്തനായ ഒരു രാജാവിന് കൃപ തോന്നിയെങ്കിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വരുന്ന, ആഗ്രഹത്തോടെ വേദനയോടെ വരുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് എത്ര കൃപ തോന്നുന്നു. രണ്ട്, വലിയൊരു ദൗത്യം ഏറ്റെടുത്ത്, ഒരു ജനതയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, മോർദെഖായിയുടെ വാക്ക് അത് കേട്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി അതെ എസ്തേരാജ്ഞി കടന്നു പോകുമ്പോൾ ആ ജനത്തിന്റെ പ്രാർത്ഥന വെറുതെയായി പോയില്ല. നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെത്തിയിരിക്കുന്നു. രാജാവിന് കൃപ തോന്നി പൊൻചെങ്കോൽ നീട്ടി. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന വെറുതെയായി പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ പ്രാർത്ഥന വെറുതെയായി പോകത്തില്ല. നീ ചിന്തിക്കുന്നതിനപ്പുറം, നീ വിചാരിക്കുന്നതിനപ്പുറം രാജാവിന്റെ പൊൻചെങ്കോൽ നിന്റെ നേരെ നീട്ടും. പ്രാർത്ഥിക്ക്. നീ വേദനിച്ച്, നീ ഹൃദയം കലങ്ങി, എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നീ ചെല്ലുമ്പോൾ അധികാരികളോട് ഇടപെടുന്ന ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ടെന്ന് മറക്കണ്ട. അടുത്തത് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? രാജ്യത്തിൽ പകുതിയോളമായാലും തരാം. ഇതുപോലൊരു ചോദ്യം യേശു കർത്താവ് കുരുടനായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് വന്നേ, നിന്റെ വേദനയും നിന്റെ സങ്കടവുമായിട്ട്, നിന്റെ വിഷമങ്ങളുമായിട്ട് ഭാരത്തോടെ പ്രയാസത്തോടെ ഇരുന്ന് തീർക്കാനല്ല, മറിച്ച് പ്രാർത്ഥനയോടെ ദൈവ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് വാ. ഈ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് വന്നാൽ ദൈവം നിന്നോട്, കർത്താവ് നിന്നോട് പറയുന്നു, എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടേ? ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടേ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഇന്ന് ദൈവം തമ്പുരാൻ അത് ചെയ്യുന്നു. കുഞ്ഞെ, നിനക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിനക്ക് വേണ്ടി ഹൃദയം നുറുങ്ങിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുമെന്ന് നീ ആത്മാവിലോ അത് തിരിച്ചറിഞ്ഞ് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. നിനക്ക് വേണ്ടി കരുതും, നിനക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ കൃപ തോന്നുന്ന രാജാതി രാജാവ്, ഞങ്ങൾക്കുള്ളതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അതേ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, സ്വർഗം അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കാൻ സ്തോത്രം. കർത്താവേ, ഈ പൊൻചെങ്കോൽ, അതേ കൃപയുടെ പൊൻചെങ്കോൽ ഈ ജനത്തിന് നേരെ നീട്ടുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കാൻ സ്തോത്രം. സകലമാനവും മുഖത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെല്ലാവരെയും മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.